അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സിനാൻ അന്ന് മുഹ്സിയെ വിളിക്കുന്നു. മുഹ്സി, ഇക്ക വരാനായോ? ഇന്ന് വരുമോ? പെണ്ണെ, ഇന്ന് വരില്ല. ഞാൻ മുഴുവനായിട്ട് ഇവിടെ നിർത്തിപ്പോരാണ് നിൻ്റെ അരികിലേക്ക്. അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ലീവ് കിട്ടുന്നൊന്നും തോന്നുന്നില്ല. ഇക്ക, അപ്പോൾ നിങ്ങൾ ജോലിയൊക്കെ മാറിയെന്ന് പറഞ്ഞില്ലേ? ജോലിയൊക്കെ മാറി. പക്ഷേ അത്രക്കും കഷ്ടപ്പാടുള്ള ജോലി അത് അവളോട് പറഞ്ഞില്ലായിരുന്നു. കാരണം അവൾ വേദനിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ. ഇക്ക, അതെ, പിന്നെ എന്നാ അറബിയോട് ചോദിച്ചൂടെ? അല്ലെങ്കിൽ വേണ്ടിക്ക, ഞാൻ അങ്ങോട്ട് വരാം. അതായിരിക്കും നല്ലത്. സത്യം പറഞ്ഞാൽ ജീവിച്ച് കൊതി തീർന്നില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പിരിഞ്ഞ് ജീവിക്കാന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണല്ലോ. സിനുവിന് എന്നെ കാണാൻ കൊതിയില്ലേ? മുഹ്സിനയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സിനാൻ പറഞ്ഞു, എൻ്റെ പെണ്ണെ, എനിക്ക് കൊതി തീർന്നിട്ടില്ലടി. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് പോരാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു. എനിക്കറിയാലോ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എന്തൊക്കെ തന്നെയും തൊട്ടടുത്തുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. എനിക്കിനി കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഇവിടെ അടുത്ത് തന്നെ ആണല്ലോ അല്ലേ? അതേടി, ഏകദേശം 1 മണിക്കൂർ യാത്ര. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്താലോ. മറ്റത് എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട സിനു, എന്തെങ്കിലും അറബിയോട് ചോദിക്കട്ടോ. ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വരണേ. സത്യം പറഞ്ഞാൽ തൻ്റെ ഭാര്യയോട് കൂടിയുള്ള ആ ഒരു ജീവിതം അത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ഒരു നിമിഷം സിനാൻ വിചാരിക്കാണ്, റബ്ബേ, ഞങ്ങളെന്താ ഇങ്ങനെ? നാട്ടിലാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം അത് പേടിച്ച് എണ്ണപ്പെട്ട ആ ഒരു ദിവസങ്ങൾ മാത്രം. ആരും ഒന്നിനും സമ്മതിക്കാത്ത ജീവിതം. ഇപ്പോഴത്തെ ഇവിടെ എത്തിയപ്പോൾ റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിതം തുടങ്ങിയപ്പോഴേക്കും അറബി വിളിക്കുന്നു. എന്തൊക്കെ തന്നെയാലും അറബിയോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കണം. എന്നാൽ മുഹ്സിന് ചോദിക്കുന്നു, അല്ല സിനു, എന്തായി അറബി പെണ്ണിൻ്റെ എന്താ വിവരങ്ങൾ? പാവല്ലേ? അതേടി, പാവാണ് ആ പെൺകുട്ടി. എന്തെന്നറിയില്ല, അവൾ എന്തോ ഉപദ്രവിച്ചോ എന്തോ എനിക്കറിയുന്നില്ല. പാവം പെണ്ണാണടി ഹംദ. ഇക്ക, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ. എന്താ പെണ്ണ നീ പറയുന്നത്? നീ ഇന്നലെയും പറഞ്ഞല്ലോ അതെന്നോട്. അതൊന്നും നടക്കൂലടി. ശരിയാണ്, പാവം പെണ്ണാണ്. എനിക്കൊരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. പല സമയങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ മറക്കില്ല. ഇക്ക, നിങ്ങളെന്തായാലും ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുമോ? എന്താടി, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുക? ഇക്ക, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും പടച്ച റബ്ബിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ. നമ്മൾ വിചാരിച്ചാൽ പടച്ചോന് സഹായം കൂടി ഉണ്ടെങ്കിൽ. എന്താ പെണ്ണെ, ഇത് അറബി വീട്ടിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയാനാ? അവർക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക് ആയിട്ട്. അല്ല, എന്നാലും നിങ്ങൾ ചോദിച്ചു നോക്കി ഹംദയോട് കാര്യങ്ങളൊക്കെ. എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ സമയം ഹംദ എന്ന പെൺകുട്ടിക്ക് എളാമയുടെ കയ്യിൽ നിന്ന് നിരവധി ഉപദ്രവങ്ങളാണ് അവൾ സഹിക്കേണ്ടി വരുന്നത്. അറബി നല്ല രീതിയിലാണ് അവളെ നോക്കുന്നത്. പക്ഷേ എളാമക്ക് തീരെ ഇഷ്ടമല്ല. എന്നാൽ അവൾക്ക് താക്കീതുണ്ട് അറബിയുടെ, ഹംദ, ഇനി എങ്ങാനും നീ അവനെ കാണുവാനോ സംസാരിക്കുവാനോ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി സ്വഭാവം ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാപ്പാ, ഒരിക്കലും ഇല്ല. ഞാൻ അദ്ദേഹത്തോട് വേണ്ട, ഒന്നും പറയണ്ട. ഇങ്ങോട്ട് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്ത് കാര്യം? അവനുമായിട്ട് നിനക്ക് എന്താടി ബന്ധം? അവളുടെ മുടിക്കെട്ടിന് പിടിച്ചുകൊണ്ടാണ് അറബി അത് ചോദിച്ചത്. ബാബാ, ഇല്ല, ഒരു ബന്ധമില്ല. എൻ്റെ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത്. സഹോദരൻ്റെ സ്ഥാനത്ത്? മരിച്ചുപോയ നിന്റെ സഹോദരൻ്റെ സ്ഥാനത്താണോ നീ അവനെ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി പിടിച്ചേക്കണം. അതൊരിക്കലും നിന്റെ സഹോദരനല്ല, അത് നീ മറക്കണ്ട. അറബിയുടെ ആ ഒരു അട്ടഹാസം കേട്ട് എളാമ ചിരിക്കുന്നു. അറബിയുടെ 2ാം ഭാര്യ, അവൾക്കത് വേണം, അവൾക്കത് കിട്ടേണ്ടത് തന്നെ. അവൾക്ക് കുറച്ച് കൂടുതലാണ് കൊഞ്ചല്. അത്രയൊന്നും പാടില്ല. എന്നാൽ അന്നു മുതൽ ഹംദക്ക് അവിടെ അതാ ഓരോ വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരിക്കൽ പോലും അനുവാദമില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല. സിനാനെ കാണുകയോ സിനാൻ്റെ റൂമിനടുത്തേക്ക് പോവുകയോ
ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയൊക്കെ. പാവം സിനാനും ഇതൊന്നും അറിയുന്നില്ല. ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സിനാന് സങ്കടമാണ് വരുന്നത്. റബ്ബേ, എന്തൊരു പരീക്ഷണം. പാവം പെൺകുട്ടി. ഇപ്പോഴാ പെൺകുട്ടി പുറത്തു തന്നെ കാണുന്നില്ല. അല്ലെങ്കിൽ ആ കുട്ടി വല്ലപ്പോഴുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. എന്താണെന്നറിയില്ല. എൻ്റെ അരികിലേക്ക് അവൾ വരുമ്പോൾ അവൾക്കൊരു സമാധാനമാണത്രേ. അതൊക്കെയാണ് പറഞ്ഞത്. അല്ലാഹു അഅലം. അല്ലാതെ വേറെ മറ്റൊന്നും ആ കുട്ടി ചിന്തിക്കുന്നേ ഇല്ല. പഠിച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. പക്ഷേ ആ കുട്ടി പുറത്തേ ഇറങ്ങുന്നില്ല. എന്നാൽ അറബിയുടെ ആ ഒരു വാക്ക്, സിനാൻ, നല്ല രീതിയിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാം. അതല്ല എങ്കിൽ തടവിലാക്കാനൊന്നും ഒരു പണിയുമില്ല. മനസ്സിലായല്ലോ ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച്? ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ജോലി തന്നെ ഒഴിവാക്കി പോരാനാണ് സിനാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും അറബിയോട് പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്താണെന്നറിയില്ല, കുഴപ്പമില്ലായിരുന്നു എല്ലാം കൊണ്ടും. പെട്ടെന്നാണ് ഇതെല്ലാം മാറി മറിഞ്ഞത്. എന്താണ് സംഭവിച്ചു എനിക്കറിയുന്നേ ഇല്ല. നല്ല രീതിയിലുള്ള സ്വഭാവത്തിനുടമയായിരുന്നു അദ്ദേഹം എന്നോടൊക്കെ. ഇപ്പോൾ മൊത്തത്തിൽ അതാ മാറിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അറബി വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. സിനാനും ആഗ്രഹമുണ്ടായിരുന്നു അത്. എന്നാൽ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും പാവം തോന്നുന്നു. പാവം ആ പെൺകുട്ടിയെ പിന്നെ കണ്ടിട്ടില്ല. എന്താണെന്നറിയില്ല ആ പെൺകുട്ടിക്ക് പറ്റിയത്. അവരെന്ത് ചെയ്തു ആവോ? ഇവരുടെ സ്വന്തം മകളല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം എങ്ങോട്ട് പോകുമ്പോഴും അവളെ കൊണ്ടുപോകാറില്ല. എന്നാൽ അന്നും അതാ അറബിയും ഭാര്യയും മക്കളും എങ്ങോട്ടോ പോകുന്നു. ഒരു നിമിഷം സിനാൻ അത് നോക്കി. ഇല്ല, കാണുന്നില്ല. ഹംദിയെ അതിൽ കാണുന്നില്ല. അല്ലെങ്കിൽ ഒരിക്കൽ കാണാറുമില്ല. അവൾ പാവം കുട്ടിയാണ്. അവളെ ഉപേക്ഷിച്ചിട്ടാണ് അവരുടെ പോക്ക് എപ്പോഴും. അവർ പുറത്തിറങ്ങിയപ്പോൾ സിനാൻ അതാ അവിടേക്ക് ഇറങ്ങുന്നു. ഒരുപാട് ജോലികളുണ്ട് ചെയ്യുവാൻ. അറബി ഓരോ ദിവസം ഓരോ വണ്ടി എന്ന രീതിയിൽ പലപ്പോഴും പല വണ്ടികളായിരിക്കും മുറ്റത്ത് കിടക്കുക. വേറെ വാങ്ങുന്നതോ എക്സ്ചേഞ്ചോ എന്തെനിക്കറിയുന്നില്ല. അങ്ങനെ പുതിയ വണ്ടികളും പഴയതൊക്കെ ആയിട്ട് കാണാനുണ്ടാകും. അതൊക്കെ ഒന്ന് കഴുകിയിടണം. അതുപോലെ മുറ്റം ക്ലീൻ ചെയ്യുക, കാര്യങ്ങൾ അതെല്ലാം, ചെടി നനയ്ക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിനാനെ ഉള്ളത്. കൊടും ചൂടായിരിക്കും. പക്ഷേ കൊടും ചൂടെന്ന് വിചാരിച്ച് അകത്ത് കയറിയിരുന്നാൽ ജോലി നടക്കില്ലല്ലോ. പൊരി വെയിലായിരിക്കും. രാവിലെ 6 മണിക്ക് തന്നെ നല്ല ശക്തമായ ചൂടോട് കൂടിയുള്ള സൂര്യൻ. ആ ഒരു ചൂടെല്ലാം ഏറ്റിട്ട് സിനാന് ജോലി തുടങ്ങണം. അവൻ പെട്ടെന്ന് തന്നെ തീർക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ എന്തൊക്കെ തന്നെയാലും 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ശക്തമായ ചൂട് തുടങ്ങിക്കഴിഞ്ഞു. ഹോ പഠിച്ചോനെ, ശരീരം പൊള്ളുന്നത് പോലെ തോന്നും എന്ന് കരുതിയിട്ട് ഉപേക്ഷിച്ച് പോരാൻ പറ്റില്ലല്ലോ. അതെ, വണ്ടി കഴുകൽ, തുടക്കൽ, ക്ലീനിങ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ജോലികളാണ് സിനാന് ഉള്ളത്. എങ്കിലും ക്ഷമിച്ചു. ഇനിയും ആവില്ല റബ്ബേ, ഇവിടെ നിന്ന് പതുക്കെ അങ്ങ് രക്ഷപ്പെടണം. സിനാൻ്റെ വാക്കുകൾ അതായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനോടും പറഞ്ഞിരുന്നത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അത് അറബിയും ഫാമിലിയും തിരിച്ചു വരുന്നു. അയാൾ വാഹനത്തിൽ നിന്നിറങ്ങി. സിനാൻ അവനെ അർത്ഥത്തിൽ ഒന്ന് നോക്കിക്കൊണ്ട് അയാളങ്ങ് പോയി. നല്ല ക്ലീൻ ആയിക്കോട്ടെ കേട്ടോ, ഒന്നും കുഴപ്പമാക്കാതെ നല്ല രീതിയിൽ ചെയ്യട്ടോ. അവൻ ഒന്ന് മൂളി. എന്താ ഒരു മൂളിൽ മാത്രമേ ഉള്ളൂ? അത് അർബാവ്, ശരി അങ്ങനെ ചെയ്തോളാം. അത് കഴിഞ്ഞിട്ട് വേറെ ജോലിയുണ്ട്. ദാ ഈ വണ്ടി ഒന്ന് കഴുകിയിട്. അപ്പോഴേക്കും അവർ പോയി വന്ന വണ്ടിയും അതും ഏൽപ്പിക്കുന്നു. തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് തന്നെ ബുദ്ധി. അറബിയോട് സംസാരിച്ചാലോ? അറബി കേട്ടില്ല. അത് കേട്ടപ്പോഴേക്കും അയാൾ കുറച്ചപ്പുറത്തേക്ക് പോയി. ജോലികളെല്ലാം ഒരുവിധം കഴിഞ്ഞപ്പോൾ നേരെ അറബിയുടെ ആ ഒരു വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെല്ലുന്നു. അറബി അവിടെ എന്തോ കണക്ക് നോക്കുകയോ എന്തോ ചെയ്യുകയായിരുന്നു. സിനാൻ, എന്താ ജോലിയൊക്കെ കഴിഞ്ഞോ? ഞാൻ ഒരു കാര്യം ചോദിക്കാണ്ട്. എന്താ, എന്ത് കാര്യം? അത് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. വീട്ടിൽ പോകാനോ? അതിനാണോ ഇവിടെ ജോയിൻ ആയത്? 1 വർഷം നിൽക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. പാസ്പോർട്ട് തരാൻ ബുദ്ധിമുട്ടാണ്. അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് സിനാൻ ഒന്ന് വേർത്ത് പോയി. അവന് തിരിച്ചൊന്നും പറയാൻ
അർബ, എൻ്റെ നിൻ്റെ നിൻ്റെ ഫാമിലി നിന്നെ കാത്തിരിക്കുന്നു എന്നായിരിക്കും അല്ലേ? ഫാമിലി അങ്ങനെ കാത്തിരിക്കും, നിൻ്റെ പെണ്ണെന്നല്ലല്ലോ കാത്തിരിക്കുന്നത്. ഒരു നിമിഷം സിനാൻ എന്ത് പറയണമെന്നായിപ്പോയി. അർബ, അത് എനിക്ക് അതെ, എൻ്റെ പെണ്ണും കാത്തിരിക്കുന്നുണ്ട്. സിനാൻ, എന്തിനാ നീ കളവ് പറയുന്നത്? നീ എന്നോട് എന്തായിരുന്നു പറഞ്ഞത്? ഭാര്യയില്ല കൂടെ എന്നൊക്കെയായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ആ, ഭാര്യ നാട്ടിലായിരുന്നു. ഇപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യ ആയാലും വേണ്ടില്ല, ഉമ്മയായാലും വേണ്ടില്ല, പെങ്ങളായാലും വേണ്ടില്ല. 1 വർഷം ഇവിടെ ജോലി ചെയ്യാതെ നിന്നെ നാട്ടിലേക്ക് വിടുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അറബി അകത്തേക്ക് ചെന്നു. സത്യം പറഞ്ഞാൽ സിനാൻ കരഞ്ഞുപോയി. റബ്ബേ, ഒരു തടസ്സം കഴിയുമ്പോൾ മറ്റൊരു തടസ്സമാണോ വരുന്നത്? എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം. അല്ലാതെ ഇവിടെ ഇങ്ങനെ അടിമയെപ്പോലെ പണിയെടുത്തിട്ട് ക്യാഷ് ഇതുവരെ തന്നിട്ട് പോലുമില്ല. അന്ന് ക്യാഷൊക്കെ തന്നിരുന്നു. ഇപ്പോഴാ ഇത്ര ദിവസമായിട്ടും എന്താ റബ്ബേ ഞാൻ ചെയ്യാം, എനിക്കറിയുന്നില്ല. സിനാൻ ജോലികളെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് പോയി. എൻ്റെ റബ്ബേ, ഇവിടെ കിടന്നപ്പോൾ വല്ലാത്തൊരു ആശ്വാസം. ഫ്രഷായി തൻ്റെ റൂമിൽ AC റൂമിൽ നിന്ന് കിടന്നപ്പോൾ അത് വല്ലാതെ മനസ്സിന് ഒരു സുഖം തോന്നി. പക്ഷേ 1 വർഷം ഈ രീതിയിൽ ഞാൻ പണിയെടുക്കണം. പക്ഷേ എൻ്റെ മൊസ്സിയെ വിട്ട് ഇത്രയും ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. പുറത്തേക്ക് വിടാനും ചാൻസ് ഇല്ല. അറബി വീടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവർ പറയുന്നതനുസരിച്ച് അവിടെ നിൽക്കണം. അത് കിച്ചൺ ജോലിയാണെങ്കിൽ അതങ്ങനെ പുറത്തേക്കൊന്നും വല്ലാതെ പോകാൻ പറ്റില്ല. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം അവർ പറയുന്ന സ്ഥലത്തേക്ക് എന്നൊക്കെ തന്നെ അല്ലാതെ പഠിച്ചവന് കഴിയില്ല. എന്തൊക്കെയോ സംഭവിച്ചു കഴിഞ്ഞു, എനിക്കൊന്നും അറിയുന്നില്ല. ആ ഒരു നിമിഷം അവൻ ഓർത്തത് ഹംദയെയാണ്. ആ പെൺകുട്ടിക്ക് എന്നോട് അല്പമെങ്കിലും ദയയുണ്ട്. ആ കുട്ടി വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ആ കുട്ടിയെ ഇപ്പോൾ പുറത്ത് തന്നെ കാണുന്നില്ല. പഠിച്ചോനെ, എന്തു പറ്റിയാവോ? ചുരുക്കി പറഞ്ഞാൽ സിനാൻ തടവിലെന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത്. അത് ആ അറബി വീട്ടിൽ നിന്ന് 1 വർഷമാകാതെ പാസ്പോർട്ട് തരില്ല എന്നാണ് അയാൾ പറഞ്ഞത്. എങ്ങനെ റബ്ബെ ഇവിടെ വന്ന് പെട്ടു എനിക്കറിയുന്നില്ല. എല്ലാം നല്ലതിൽ തന്നെയായിരുന്നു, എന്ത് സംഭവിച്ചു എനിക്കറിയുന്നില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ വഷളാക്കി അറബിയുടെ തലയിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. അതുതന്നെയാണ്, അല്ലാതെ അദ്ദേഹം അത്തരക്കാരനായിരുന്നില്ല. പഠിച്ചോനെ, എന്തൊക്കെയാണാവോ? സിനാന് സത്യം പറഞ്ഞാൽ അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട മുസ്സിയെ വിളിക്കുകയാണ്. മുസ്സി, ഇക്ക എന്താ ഉറക്കം വരുന്നില്ലേ? മുസ്സി, എന്തൊക്കെയുണ്ടടി? ഇക്ക അൽഹംദുലില്ലാ സുഖാണ്. അവർ പോയോ? നാഫി ഉസ്താദ്, നൂർ ഫാത്തിമയും? ഇല്ല, മറ്റന്നാൾ പോവാണ് അവർ. അപ്പോൾ നീ തനിച്ചായിരിക്കില്ലേ? അപ്പോഴേക്കും സിനി വരൂലേ? നോക്കട്ടെ പെണ്ണേ. പിന്നെ ഞാൻ എന്താ പറയുക, പാസ്പോർട്ടൊന്നും ഇവിടെ നിന്ന് പെട്ടെന്ന് കിട്ടുന്ന ലക്ഷണമൊന്നുമില്ല. എന്നാൽ ഈ ആഴ്ചയിൽ വരാൻ പറ്റുമോ? ആഴ്ചയിൽ പുറത്തൊക്കൊന്നും ഇവിടെ നിന്ന് വല്ലാതെ വിടും തോന്നില്ല പെണ്ണേ. ഇക്ക നിങ്ങൾ എങ്ങനെ ചെന്നാൽ വരി, ഇവർ മറ്റന്നാൾ പോകും. പിന്നെ അറബിയമ്മയോട് ഞാൻ പറയണോ കാര്യങ്ങൾ? മുസ്സി, ഇപ്പോൾ തൽക്കാലം പറയണ്ട, നോക്കട്ടെ. എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഞാൻ പറയാം. കാരണം അറബിയമ്മയെ എല്ലാം പറഞ്ഞ് വെറുതെ ടെൻഷൻ ആക്കണ്ടല്ലോ, കേട്ടോ? ആയിക്ക, ആയിക്കോട്ടെ. എന്നാലും എനിക്ക് സമാധാനം ഉണ്ട്, നിങ്ങളെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതെ, വീഡിയോ കോളിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് എൻ്റെ പെണ്ണിനെ കാണുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഓരോ കണ്ടുപിടുത്തങ്ങൾ അല്ലേ സിനു? എൻ്റെ മനസ്സിൽ സമാധാനമാണ് ഇപ്പോൾ, അൽഹംദുലില്ലാ. യാതൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകണം. എൻ്റെ സിനു എൻ്റെ അടുത്ത് എത്തിക്കിട്ടാൻ ഇനിയിപ്പോൾ അധികം ദിവസങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? മുസ്സി, പഠിച്ച റബ്ബിനോട് നീ പ്രാർത്ഥിക്ക്. ഇവിടെ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ലടി. ഇവർ 1 വർഷങ്ങളും കറക്റ്റാകാതെ ഇനി പാസ്പോർട്ടും തരില്ല എന്നൊക്കെ പറയുന്നത്. മോള് പ്രാർത്ഥിക്കട്ടോ, ഇൻഷാ അല്ലാ. ഇക്ക ആയിക്കോട്ടെ. പിന്നെ സുഖല്ലേ? അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. നിന്നോട് സംസാരിക്കാൻ കഴിയാമെന്ന് പറഞ്ഞാലും എനിക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ് പെണ്ണെ. ആദ്യം എനിക്കതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
പിന്നെ പകലൊക്കെ നല്ല ഡ്യൂട്ടി ഉണ്ടാവും. രാത്രി ടൈമിൽ പിന്നെ അത്ര ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നുമില്ല. പകൽ ഓരോ ഡ്യൂട്ടികളാണ്. അങ്ങനെ എന്നതെന്ന് വെച്ചതൊന്നുമില്ല, ഓരോന്നോരോന്ന് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് അറബി വീട്ടിലെ ആ ഒരു കഷ്ടപ്പാടുകൾ അതാ പ്രിയപ്പെട്ട ഭാര്യയോട് അവൻ പറയുമ്പോൾ മുഹ്സിന് വിചാരിക്കണം, റബ്ബേ അൽഹംദുലില്ലാ, ഞാൻ എത്ര ഭാഗ്യവതിയാണ് റബ്ബേ. ഞാൻ അറബി ഉമ്മയുടെ വീട്ടിൽ എത്ര സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത്. റഹ്മാനെ, എൻ്റെ സിനോനും എൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നീ നൽകു റഹ്മാനെ, ആമീൻ. എന്നാൽ ഈ സമയം ഹംദയുടെ കാര്യം വളരെയധികം പരിതാപകരം ആയിരുന്നു എന്ന് തന്നെ പറയാം. റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഫുഡൊക്കെ അവൾക്ക് അങ്ങോട്ട് കൊണ്ടേ എത്തിച്ചു കൊടുക്കും സെർവൻ്റ്. അവളെ പുറത്തേക്ക് വിടരുത് എന്നാണ് അവരുടെ താക്കീത്. സിനാനുമായി എന്തോ വേണ്ടാത്ത ബന്ധമുണ്ട് എന്നാണ് അവർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരിക്കൽ പോലും വേണ്ടാത്ത രീതിയിൽ ഒരു സംസാരമോ വാക്കോ നോക്കോ അവിടെ ഉണ്ടായിട്ടില്ല. പാവം പെൺകുട്ടി സിനാനോട് സംസാരിക്കുമ്പോൾ അല്പം ഒരു ആശ്വാസം തോന്നിയിട്ടാണോ എന്താ അറിയില്ല, ആ പെണ്ണ് അവൾക്ക് കിട്ടുന്ന ഫുഡെല്ലാം സിനാന് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയായിരുന്നു പതിവ്. എന്നാൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി എന്ന് തന്നെ പറയാം. ആ ദിവസം എനിക്ക് നല്ല രീതിയിൽ തല്ല് കിട്ടി. സിനാനാണെങ്കിൽ താക്കീതും നൽകി. പഠിച്ചോനെ, ഹംദ ആ റൂമിൻ്റെ ഉള്ളിൽ കിടന്ന് വല്ലാതെ അങ്ങ് ടെൻഷനായിപ്പോയി. 4 ചുവരുകൾക്കിടയിലാണ് അവളുടെ ജീവിതം ഇപ്പോൾ. ശരിക്കും പുറം ലോകം കാണുവാനോ കാഴ്ച ആസ്വദിക്കുവാനോ ഒന്നും കഴിയുന്നില്ല. സാധാരണ രീതിയിൽ പ്രകൃതി ഭംഗിയും പ്രകൃതിയിലെ കാഴ്ചകളും കണ്ട് ഇഷ്ടപ്പെടുന്ന അവൾക്ക് ആ ഒരു ഇരുട്ടറ പോലെ തന്നെയായിരുന്നു. ശരിക്കും ജയിലിൽ കിടക്കുന്ന പോലെ തന്നെയായിരുന്നു അവളുടെ ആ ഒരു ജീവിതം. ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ പാവം സിനാന് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവില്ല, ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും. അവൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്നെല്ലാം അവൾ പാതി മുക്കാൽ ഭാഗവും സാധാരണ രീതിയിൽ സിനാൻ എത്തിക്കുമായിരുന്നു. അന്നും അവൾക്ക് ഭക്ഷണം കിട്ടിയപ്പോൾ അവളുടെ മനസ്സിൽ അതായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും തനിക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള സത്യം അവൾക്ക് മനസ്സിലാവുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.